ഹലോ ഹായ് അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. ഇത് ഇന്ത്യൻ മുസംബി ഓമനപ്പേരിൽ, ഇന്ത്യൻ മുസംബി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഒരു വിദേശ മുസംബിയാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് എൻ്റെ ഗാർഡനിൽ കാഴ്ചത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അതിൻ്റെ തൈകൾ പലരും അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ സൈസൊക്കെ ചോദിച്ചിട്ട്. അപ്പം ജസ്റ്റ് നമ്മളടുത്ത് അവൈലബിളായ പ്ലാന്റുകളുടെ തൈകളൊന്ന് കാണിക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഇത്. എൻ്റെ 3 വർഷം കഴിഞ്ഞ പ്ലാന്റാണ്. അതിൻ്റെ കായപിടുത്തം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ബുഷിയായിട്ടാണ്, എന്ത് കൊലകൊലായിട്ടാണ് അത് കായ്ക്കുന്നവരോ. നമ്മുടെ കേരളത്തിലെ ഏത് കാലാവസ്ഥക്കും അനുയോജ്യമായ, ഹോട്ട് ക്ലൈമറ്റിന് അനുയോജ്യമായ, നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു മുസംബിയാണ് നമ്മുടെ ഇന്ത്യൻ മുസംബി എന്ന് പറഞ്ഞ വെറൈറ്റി. അതിൻ്റെ പേരുകളൊക്കെ സാങ്കല്പികമാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ, അതിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഏറ്റവും ചെറിയ തൈയാണ്. അപ്പോൾ എൻ്റെ ചെറിയ തൈ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ബേസിക് പ്ലാന്റാണിത്. അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷം, അടുത്ത വർഷമൊക്കെ നന്നായിട്ട് കായ്ഫലം കിട്ടാവുന്ന തൈകളാണ്. പിന്നെ അതിൻ്റെ കുറച്ച് വലിയ മീഡിയം തൈകളാണ്. ഇത് പോട്ടിലുള്ളത്, ചട്ടിയിലുള്ളത്. അത് ഡ്രമ്മിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നിലത്തേക്കോ മാറ്റണം. അപ്പോൾ വരുമ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ആ തൈകൾ വരുന്നത്. അതൊക്കെ ഹെവി പ്ലാന്റുകളാണ്. ഏറ്റവും ഹെവി അല്ല എങ്കിലും ചെറുതിൽ നിന്ന് കുറച്ചും കൂടെ വലിയ 5 അടി 6 അടിയൊക്കെ ഉള്ള തൈകളാണ്. ഇതാണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഇതാണ് അതിൻ്റെ അടുത്ത സൈസ് വരുന്നത്. കുറച്ചും കൂടെ ജംബോ പ്ലാന്റ്, പ്രായമായ പ്ലാന്റാണ്. പക്ഷെ അത്ര ഹൈറ്റ് ഇല്ല എന്നുള്ളൂ. ബുഷിയായ ഹെവി പ്ലാന്റുകളാണ്. 25-ൻ്റെ കവറിൽ വരുന്ന വലിയ വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ ഓൾറെഡി ഫ്രൂട്ടഡ് ആയ പ്ലാന്റുകളാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ് തിരൂർ.